ഹായ്, സുനീറാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയാണ്. HNS കോയമ്പത്തൂരിൽ വെച്ച് ഒരു വർഷം മുമ്പാണ് എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ പൂർത്തിയായിട്ടുള്ളത്. ഇതുവരെ യാതൊരു കുഴപ്പവുമില്ല. ആരോഗ്യപരമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഞാനൊരു പ്രത്യേക വിഷയം നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തെന്നാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇത്രയും വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി കൊച്ചിയിൽ ഒരു ക്ലിനിക്കിൽ വെച്ചിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുകയും അദ്ദേഹത്തിന്റെ തലയോട്ടി കാർന്നു നിന്ന ബാക്ടീരിയ, അവിടെയുള്ള ഇറച്ചി മാംസങ്ങളൊക്കെ കാർന്നു നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ തലച്ചോറിന് അകത്ത് വരെ എത്തുന്ന ഒരു സാഹചര്യവും, കാലിൽ നിന്നും മറ്റും തൊലിയെടുത്തുകൊണ്ട് അവിടെയുള്ള മുറിവ് ഉണക്കുന്ന ഒരു സാഹചര്യവുമാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ തമ്പനയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു 2 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷമാണ് ഉണ്ടായിരിക്കുന്നത്. ലക്നൗ, ഉത്തർപ്രദേശിലെ ലക്നൌവിൽ സ്വദേശികളായിട്ടുള്ള 2 എഞ്ചിനീയർമാരാണ്. അവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ സെന്ററിൽ വെച്ച് അണുബാധ, അതായത് ഒരു ദന്ത ഡോക്ടറാണ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത്. അവർ ഇന്നലെയാണ് കീഴടങ്ങിയത്. അതായത് മെയ് 26-ാം തീയതിയാണ് കീഴടങ്ങിയിട്ടുള്ളത് പോലീസിൽ മുൻപാകെ. എന്താണ് അവരുടെ ട്രാൻസ്പ്ലാന്റേഷനിലൊക്കെ സംഭവിച്ചത്? ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണോ നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ളതാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഒരു ഡോക്ടറല്ല, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് അല്ല. ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെട്ട വ്യക്തി എന്നുള്ള നിലക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഡോക്ടറിന്റെ അടുത്തുനിന്നും ദൃശ്യമാധ്യമങ്ങളിൽ നിന്നായിട്ട് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ദയവായി വീഡിയോ മുഴുവനായിട്ട് കേൾക്കണം. പകുതി വഴിയിൽ കേട്ട് നിങ്ങളാരും പോകരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അപ്പം ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത് നമ്മുടെ തലയോട്ടി, അതായത് സ്കാൽപ്പിൽ ചെറിയ മുറിവുകൾ, അതായത് സ്ലിറ്റ് ഇടുക എന്നാണ് പറയുന്നത്. സ്ലിറ്റ് ഇടുന്ന വേണമെങ്കിൽ ഒരു വീഡിയോ ഡോക്ടർ നമുക്ക് കാണിച്ചു തന്നൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വളരെ ചെറിയ നൈസായിട്ടുള്ള ഒരു ദ്വാരമാണ് ഇടുന്നത്. അത് ഒരിക്കലും നമ്മുടെ തലയോട്ടിയുടെ താഴേക്ക് പോകുന്ന, ആഴ്ന്നു പോകുന്ന ഒരു രീതിയിലല്ല ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ മൂലം എങ്ങനെയാണ് ഇൻഫെക്ഷൻ വരുന്നത് എന്നുള്ളതാണ് പിന്നത്തെ ചർച്ചാ വിഷയം. അതിന് ചില കാരണങ്ങൾ ഒരു പക്ഷേ നിങ്ങളൊക്കെ കണ്ടെത്തിയ പോലെ അല്ലെങ്കിൽ അറിയുന്ന രീതിയിൽ തന്നെയാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇൻഫെക്ഷൻ വരാനുള്ള ഒന്നാമത്തെ ചാൻസ് അവിടെയുള്ള അണുവിമുക്തമാക്കാത്ത, അതായത് നമ്മൾ സിറിഞ്ചുകൾ യൂസ് ചെയ്യുന്നു. ഈ സിറിഞ്ചുകൾ നല്ല രീതിയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണോ, അല്ലെങ്കിൽ 1 ടൈം യൂസ് ആയിട്ടുള്ള സിറിഞ്ചുകളായിരിക്കുമോ എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവിടെയുള്ള ഡോക്ടർമാർ ഉപയോഗിച്ചിരിക്കുന്ന കയ്യുറകളുണ്ടല്ലോ, ഗ്ലൗസ്. ഈ ഗ്ലൗസ് ചിലപ്പോൾ ചില സാമ്പത്തിക ലാഭമൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ഒരാൾക്ക് ഉപയോഗിച്ചതോ, അല്ലെങ്കിൽ അത്തരം സ്റ്റെറിലൈസ് ചെയ്യപ്പെടാത്ത മറ്റു ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമോ ആയിരിക്കാം. മറ്റൊരു റീസൺ, അവിടെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന മുറിയിൽ ഏകദേശം ഒരു 4 അല്ലെങ്കിൽ 5 മണിക്കൂറോളം നമ്മൾ ആദ്യം ഹെയർ എടുക്കാൻ വേണ്ടിയിട്ട്, റൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കമിഴ്ന്ന് കിടക്കണം. അപ്പോൾ ഒരു 4 മണിക്കൂർ അവിടെ ഉണ്ടാവും. അതേപോലെ പിന്നീട് അത് നമുക്ക് ഇവിടെ നടാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 4-5 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആ ഓപ്പറേഷൻ തിയേറ്റർ തീർച്ചയായിട്ടും അണുവിമുക്തമായിരിക്കണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് വന്നേക്കാം? ഇൻഫെക്ഷൻ വന്നിരിക്കാം. അതേപോലെ കൃത്യമായിട്ട് മാസ്ക് ധരിക്കണം. മറ്റു രീതിയിലുള്ള അണുബാധക്ക് യാതൊരു ചാൻസും ഇല്ലാത്ത സാഹചര്യമാണ് അവിടെ ഒരുക്കേണ്ടത്. പോകുന്ന നമ്മളാണെങ്കിലും, അതേപോലെ ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആയാലും, അയാൾ നിർബന്ധമായിട്ടും അവരുടെ ഡ്രസ്സ് വളരെ ശുചിത്വമുള്ള ഒരു ഡ്രസ്സാണ് ധരിക്കേണ്ടിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു പക്ഷേ വളരെ സിമ്പിളായിട്ട് കരുതേണ്ട ഇത്തരം ചില കാര്യങ്ങൾ വരുന്നിരിക്കുന്ന പിഴവുകളായിരിക്കാം ഒരു പക്ഷേ എന്തായിരിക്കുന്നത് ഈ അസുഖം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇൻഫെക്ഷൻ വരാൻ കാരണം. അപ്പം മറ്റൊരു കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ആ ഒരു ഹോസ്പിറ്റലിന്റെ സൈഡിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ, നമ്മൾ കൊച്ചി സ്വദേശിയായിട്ടുള്ള ആ വ്യക്തി, അവർക്ക് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷുഗറിന്റെ കാര്യമുണ്ട്. ഷുഗർ ഒരു കൺട്രോൾഡ് അല്ലായിരുന്നു. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഏതൊരു സ്ഥാപനമാണെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോൾ വെറും സാമ്പത്തിക ലാഭം നമ്മളും കാണാൻ പാടില്ല, അല്ലെങ്കിൽ ആ സ്ഥാപനവും ഒരിക്കലും കാണാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ആ സമയത്ത് ഒരു ഓഫർ കൊടുത്തു എന്നാണ് പറയുന്നത്. 50,000-ഓ 55,000-ഓ സംതിങ് പൈസയ്ക്കാണ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ളത്. ഈ ഒരു വ്യക്തി, എൻ്റെ സുഹൃത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്, കോയമ്പത്തൂർ HNS ട്രാൻസ്പ്ലാന്റേഷൻ
നടത്താൻ തയ്യാറായി നിന്നിരുന്നു. പക്ഷേ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കുറേ ദൂരം അല്ലെങ്കിൽ HNS പോയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കുറേ ദൂരം എടുക്കുമല്ലോ. ആ ഒരു സൗകര്യം പരിഗണിച്ചാണ് HNS ഒഴിവാക്കിയെന്ന് എൻ്റെ സുഹൃത്തിൻ്റെ വോയിസിൽ നിന്ന് അത് മനസ്സിലാവുകയും ചെയ്തു. ഞാനിപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാരണങ്ങൾ രണ്ട് ഭാഗത്തു നിന്നായിരിക്കാം. ഒന്നുകിൽ അത് ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്നാണ്. ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്നുള്ള കാരണം ആവാൻ ചാൻസ് ഉള്ളത് നേരത്തെ പറഞ്ഞു അണുവിമുക്തമാവാത്ത സാഹചര്യങ്ങളാണ്. അത് ഗ്ലൗസ് ആവട്ടെ, ഇഞ്ചക്ഷൻ്റെ സിറിഞ്ചാവട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ വ്യക്തിയുടെ ശുചിത്വമാവട്ടെ, അല്ലെങ്കിൽ റൂമിൻ്റെതാവട്ടെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. പിന്നീടുള്ളത് വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ്. വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ട് ഫിറ്റായ ഒരാൾ മാത്രമേ ട്രാൻസ്പ്ലാന്റേഷന് പോകാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇത്തരമൊരു കോസ്മെറ്റിക് സർജറി ആണല്ലോ, സൗന്ദര്യത്തിനുള്ള ഒരു ചികിത്സയാണ്. നമ്മൾക്ക് ഒരല്പം സൗന്ദര്യം കുറയും എന്നല്ലാതെ നമ്മൾ അതുകൊണ്ട് ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ ഒരു പക്ഷേ സ്ഥാപനം സൂചിപ്പിക്കുന്ന ഡയബറ്റിക് പേഷ്യൻ്റ് ആയിട്ടുള്ള അദ്ദേഹം ഷുഗർ കൺട്രോൾഡ് അല്ലായിരുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വ്യക്തി ഒരിക്കലും നമ്മൾ അതിനെ അംഗീകരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യനില ഓക്കെ അല്ലാതെ ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല. അപ്പം ഈ രീതിയിൽ പക്ഷേ യുവാവ് പറയുന്നത് എൻ്റെ ഷുഗറിന് അത്ര പ്രശ്നമൊന്നുമില്ല, ഞാൻ ഒരു വർഷത്തോളമായിട്ട് ഷുഗറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ ഒരു അപേക്ഷയുള്ളത്, നിങ്ങൾ ഈ ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷന് പോകണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം ചില ചെറിയ പ്രശ്നങ്ങൾ വരെ, ഇപ്പം നമ്മുടെ ശരീരം ഒരു ഹീറ്റാവുന്ന ശരീരമാണെങ്കിൽ അത് ചിലപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ചില മുറിവുകളൊക്കെ ഉണ്ടാവുകയും ആ മുറിവ് പെട്ടെന്ന് കുറച്ച് നമുക്ക് പ്രയാസം ഉണ്ടാക്കുകയും മാറുമെങ്കിലും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആവുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ട്രാൻസ്പ്ലാന്റേഷന് നമ്മൾ പോകാൻ തയ്യാറാവൂ എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാൻ കാരണം, ചില ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നതെങ്കിൽ ഒരിക്കലും തയ്യാറാവില്ല എന്നൊക്കെ ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അതിനൊന്നും ഒരു അർത്ഥവുമില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം വളരെ ചെറിയൊരു മുറിവുണ്ടാക്കുകയും അതിലേക്ക് അപ്പോൾ തന്നെ നമ്മുടെ റൂട്ട് ഫിക്സ് ചെയ്യുകയും അങ്ങനെ 2 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാവുകയും ചെയ്യുന്നതാണ്. ഒരിക്കലും നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷന് ഇത്തരത്തിൽ ഒരു പേടിയും പിടിക്കേണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് എനിക്ക് നൽകാനുള്ള ചില സന്ദേശങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കൃത്യമായിട്ട് ആദ്യമായിട്ട് നമ്മൾ സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ എത്തിച്ചേരാനുള്ള ലാഭമോ നമ്മൾ നോക്കുന്നതിന് പകരം ഒരു ശരിയായിട്ടുള്ള ക്ലിനിക്ക് തിരഞ്ഞെടുക്കുക. അതായത് പരിചയസമ്പന്നരായിട്ടുള്ള ഡോക്ടർമാരുള്ള, നല്ല ടെക്നീഷ്യന്മാരെ ലഭ്യമാക്കുന്ന, നേഴ്സിനെ ലഭ്യമാക്കുന്ന, ചികിത്സ ലഭ്യമാക്കുന്ന, ഫോളോ അപ്പ് തരുന്ന ഒരു സ്ഥാപനത്തെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ട്രാൻസ്പ്ലാന്റേഷന് തിരഞ്ഞെടുക്കണം. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ, ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, തൈറോയിഡ് അല്ലെങ്കിൽ ഷുഗർ, ബ്ലഡ് പ്രഷർ, ഇത്തരം കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത് ബാധിതനാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷന് പോകണ്ട എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശുചിത്വം പാലിക്കുക. ഇപ്പം ഞാൻ തന്നെ ആ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് പ്രത്യേകമായിട്ട് അവർ ഡ്രസ്സ് ധരിക്കുന്നു, അല്ലെങ്കിൽ തലയിണ തരുന്നു. ആ തലയിണയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഓരോ തുണിയാണ് വെക്കുന്നത്. അതേപോലെ എൻ്റെ വീട്ടിൽ ഞാൻ വന്ന സമയത്ത്, കിടക്കുന്ന സമയത്ത് തലയിണയുടെ മുകളിൽ തലയിണ മാറ്റിയിട്ടില്ലെങ്കിൽ തലയിണയുടെ കവറ് മാറ്റുന്നു. അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ വിരിക്കുന്ന തുണിയൊക്കെ മാറ്റി. വ്യക്തിപരമായിട്ടുള്ള ശുചിത്വം നിർബന്ധമാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഏറ്റവും നല്ല ശുദ്ധമായ അന്തരീക്ഷത്തിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം കിടക്കണം. അതാണ് നമ്പർ 3 ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മുടെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ്റെ അന്തിമ വാക്ക് എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ള യൂട്യൂബറോ മറ്റൊന്നുമല്ല. നിങ്ങൾ എവിടുന്നാണോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത് അവിടെയുള്ള ഡോക്ടറുടെ ഉപദേശങ്ങൾ പൂർണ്ണമായിട്ട് പാലിക്കണം. അതിൽ മറ്റൊരാളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഒരിക്കലും ട്രാൻസ്പ്ലാന്റേഷൻ്റെ ആ ഒരു ചികിത്സാ രീതികൾ മാറ്റാൻ പാടില്ല. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ച് നിങ്ങളുടെ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഹെഡ് വാഷ് കഴിയുന്നത് വരെ അത് പാലിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം വീണ്ടും പറയുകയാണ്, ഇതൊരു വലിയ സർജറി ഒന്നല്ല, നിങ്ങളാരും പേടിക്കണ്ട. ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ പറ്റുന്നു. അപ്പം പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.